ഹലോ ഫ്രണ്ട്സ്, സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിലെ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന പുസ്തകത്തിൽ ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട തിയറികൾ ഹെർബർട്ട് സ്പെൻസറുടെയും അതുപോലെ കാൾമാക്സിൻ്റെയും മറ്റു സോഷ്യോളജിസ്റ്റിൻ്റെയൊക്കെ തിയറികളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ആൻഷ്യൻ്റ് ഗ്രീക്ക് ഹിസ്റ്റോറിയനായ തുസഡീഡസ് എന്ന ഒരു സ്കോളറുടെ ഒരു കോട്ടാണ് ആദ്യം പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററി എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് കടന്നുപോയ നമ്മുടെ ചരിത്രം, ഹിസ്റ്ററി എന്നുള്ളത് അത് ആ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഫ്യൂച്ചറിലേക്കും നമുക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. നമ്മളെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഫ്യൂച്ചറിൽ അതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഉപകാരപ്പെടും എന്ന ഈ ഒരു സോഷ്യൽ ചേഞ്ച് തിയറിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം കോട്ട് ചെയ്തതാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആൻഷ്യൻ്റ് ഗ്രീക്ക് ഹിസ്റ്റോറിയനാണ്. അതിവിടെ ഒരു കോട്ട് തുടക്കത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പാഠത്തിൽ ഒരുപാട് തിയറികളാണ് നമ്മൾ സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറികളാണ് ചർച്ച ചെയ്യുന്നത്. അതായത് ഈ തിയറികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോഷ്യൽ ചേഞ്ചിൻ്റെ തിയറികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സമൂഹത്തിൽ ഒരുപാട് ചരിത്രപരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ മുമ്പ് നടന്നു പോയിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ മുമ്പ് സംഭവിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ അതുപോലത്തെ സംഭവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ ഈ സോഷ്യൽ ചേഞ്ച് തിയറീസ് പഠിക്കുന്നത്. അപ്പോൾ ഈ തിയറീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഭാവിയിൽ വരാൻ പോകുന്ന സൊസൈറ്റികളെ കുറിച്ച് അവർ പ്രോഗ്രസ്സിങ് ആണോ, അതായത് അവർക്ക് പ്രോഗ്രസ് ആണോ ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് താഴ്ച ചെയ്യാനുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി മനസ്സിലാക്കാനാണ് നമ്മൾ ഈ സോഷ്യൽ ചേഞ്ച് തിയറികളിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, ഓരോ സൊസൈറ്റിയും ട്രാൻസ്ഫോമായി വന്ന ഓരോ ഘട്ടങ്ങളുണ്ടാവും, അതിൻ്റെ ഓരോ ഫേസുകൾ, അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സോഷ്യൽ ചേഞ്ച് തിയറീസുകളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ ചേഞ്ച് തിയറീസ് പഠിക്കുന്നതിൻ്റെ പ്രധാന അജണ്ടകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അതൊന്ന് പറഞ്ഞതുപോലെ മുൻകാലത്ത് കഴിഞ്ഞ നമ്മുടെ ചരിത്രപരമായ സംഭവങ്ങളുടെ കൃത്യമായൊരു ഒരു പീരിയഡ്സ്, അതിൻ്റെ ക്രോണോളജി നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇനി അതിലുണ്ടായ ഫാക്ടേഴ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഭാവിയിൽ നമുക്ക് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് അതിലൂടെ നമുക്ക് കൃത്യമായി അതിനൊരു ഫ്രെയിം വർക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റു സൊസൈറ്റിയെ കൂടുതൽ അതിൽ കൂടുതൽ റിഫോംസ് കൊണ്ടുവരാൻ വേണ്ട, ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ട കൃത്യമായ സ്ട്രാറ്റജീസ്, ഡിസിഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സോഷ്യൽ ചേഞ്ച് തിയറീസ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ലീനിയർ തിയറിയാണ്. ലീനിയർ തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൊസൈറ്റി അതിൻ്റെ ഒരു പ്രിമിറ്റീവ് സ്റ്റേജ്, ആദ്യം ഒരു പ്രിമിറ്റീവ് സ്റ്റേജ് ഉണ്ടാവും, ഒരു ആദ്യകാല അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ഘട്ടം അതിനുണ്ടാവും. അതിൽ നിന്നാണ് പിന്നീട് അതിങ്ങനെ കയറി ഒരു അഡ്വാൻസ്ഡ് ആയ ലെവലിലേക്ക് എത്തുന്നത് എന്ന ഒരു സ്വാഭാവികമായൊരു തിയറിയാണ് ഈ ലീനിയർ തിയറി എന്നുള്ളത്. അതായത് സിവിലൈസ്ഡ് ആയി, അഡ്വാൻസ്ഡ് ആയി, പിന്നെ മോഡേൺ സ്റ്റേജിലേക്ക് അങ്ങനെ പടിപടിയായി എത്തപ്പെടുക എന്നുള്ളതാണ് ഈ ലീനിയർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിലാണ് ഈ തിയറി രൂപപ്പെട്ടു വരുന്നത്. നമ്മളിപ്പോൾ സോഷ്യോളജിയുടെ ഫാദറായിട്ടുള്ള അഗസ്റ്റീൻ കോംറ്റെയാണ് ഈ ഒരു തിയറിയുടെ പ്രധാന വക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 3 സ്റ്റേജുകളിലൂടെയാണ് സൊസൈറ്റീസ് കടന്നു പോകുക എന്നാണ് പറയുന്നത്. തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ്, ഇങ്ങനെ 3 സ്റ്റേജിലൂടെ ആയിരിക്കും ഓരോ സൊസൈറ്റിയും കടന്നു പോകുക എന്നാണ് നമ്മുടെ ഈ സോഷ്യോളജിസ്റ്റായ അഗസ്റ്റീൻ കോംറ്റെ പറയുന്നത്. അപ്പോൾ ഈ ലീനിയർ മോഡൽ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ സമൂഹത്തിലും ഉണ്ടാകുന്ന എക്കണോമിക് ഗ്രോത്ത്, അവിടെ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, കൾച്ചറൽ ചേഞ്ച്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ലീനിയർ തിയറിയിൽ കൂടുതൽ അഡ്രസ്സ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് 1-ാം പാഠത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു തിയറി, മോഡേണൈസേഷൻ തിയറി മുമ്പ് ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇനി അടുത്തതാണ് ഹെർബർട്ട് സ്പെൻസറുടെ ജനറൽ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമുക്കറിയുന്നത് പോലെ സ്പെൻസർ ഒരു ഇംഗ്ലീഷ് ഫിലോസഫറും ബയോളജിസ്റ്റും സോഷ്യോളജിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഈ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ വേൾഡിനെ മനസ്സിലാക്കുന്നത്
നമ്മൾ ബയോളജിക്കൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ തിയറികളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഫിലോസഫേഴ്സും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും ഇവർ രണ്ടുപേരും ആദ്യ കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു ഒരേ ഒരേ ഒരു പെർസ്പെക്റ്റീവിലാണ് ലോകത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവർ മാറിയിട്ട് ഫിലോസഫേഴ്സ് എന്ത് ചെയ്തു, നമ്മളുടെ അറിയപ്പെടാത്ത അൺനോളബിളായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ അവർ ഈ ലോകത്തിലുള്ള നിലവിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് പിൽക്കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഈ സയൻറ്റിഫിക്കായ പഠനങ്ങൾ കൃത്യമായും എംപിരിക്കൽ എവിഡൻസിൽ എല്ലാ കാര്യങ്ങളും എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് സയൻസിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്ത് എക്സ്പെരിമെൻറ്റിലൂടെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് സയൻറ്റിഫിക് നോളജ് രൂപപ്പെടുക. എന്നാൽ അദ്ദേഹം പറയുന്നത് ഫിലോസഫി അദ്ദേഹം പലപ്പോഴും ഈ ട്രഡീഷണൽ ഫിലോസഫി അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരുന്നു. കാരണം അവിടെ കൃത്യമായ ഒരു എംപിരിക്കൽ എവിഡൻസ് ഉണ്ടാവില്ല, അവർ അല്ലെങ്കിൽ കൃത്യമായ റീസണിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറേ ഇനാക്യുറേറ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയ കുറേ അനാലിസിസ് ആയിരിക്കും അവസാനം കിട്ടുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ട്രഡീഷണൽ ഫിലോസഫിയെ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പെൻസറുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് പോസിറ്റിവിസം എന്നുള്ള തിയറി. അതായത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ എംപിരിക്കൽ എവിഡൻസ്, അതായത് ഈ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എംപിരിക്കൽ എവിഡൻസും സയൻറ്റിഫിക് മെത്തേഡും ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് ഈ പോസിറ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നാച്ചുറൽ വേൾഡിനെ മനസ്സിലാക്കാൻ നമ്മൾ ഈ എംപിരിക്കൽ എവിഡൻസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയും അതിൻ്റെ കൾച്ചർ മനസ്സിലാക്കാൻ കൃത്യമായിട്ട് എംപിരിക്കൽ എവിഡൻസ് വേണം എന്നുള്ളതാണ് ഈ പോസിറ്റിവിസം തിയറിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോസിറ്റിവിസം തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത് ഇതിലൂടെ നമുക്ക് എല്ലാ യൂണിവേഴ്സൽ ലോസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ സോഷ്യൽ പ്രോബ്ലംസിന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും, അതുപോലെ സമൂഹത്തിലുള്ള ഇനീക്വാലിറ്റി പവേർട്ടി കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഇതിന് വേണ്ട കാര്യങ്ങൾ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പോസിറ്റിവിസം തിയറിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇനി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ബയോളജിസ്റ്റും അതുപോലെ ഈ സോഷ്യോളജിസ്റ്റുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡാർവിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഡാർവിനിസം, അതാണ് നമ്മൾ ഇനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളെ ഈ നാച്ചുറൽ വേൾഡിന് ഒരു എവല്യൂഷൻ ഉള്ളതുപോലെ തന്നെ സൊസൈറ്റിക്ക് എന്തുണ്ട്, ഒരു എവല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ചാൾസ് ഡാർവിൻ്റെ അദ്ദേഹത്തിൻ്റെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറികളുണ്ട്. അദ്ദേഹം പരീക്ഷണം നടത്തി കണ്ടെത്തിയ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, അതുപോലെ ഒരുപാട് തിയറികൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ഹെർബർട്ട് സ്പെൻസർ തൻ്റെ സോഷ്യൽ ഡാർവിനിസം എന്നറിയപ്പെടുന്ന തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന തിയറി അദ്ദേഹം എവല്യൂഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന തിയറി, ആ തിയറി ഇവിടെയും ഹ്യൂമൻ സൊസൈറ്റിയും അദ്ദേഹം അപ്ലൈ ചെയ്തുകൊണ്ട് സ്ട്രോങ്ങസ്റ്റ് ആയ ഫിറ്റസ്റ്റ് ആയ ഇൻഡിവിജ്വൽസും അതുപോലെ നാഷൻസും ഒക്കെ ആയിരിക്കും സർവൈവ് ചെയ്യുക. അതുപോലെ വീക്കറായ ആളുകളൊക്കെ അവർക്ക് സർവൈവൽ ചെയ്യാൻ സാധിക്കൂല എന്നുള്ളതാണ് നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ സോഷ്യൽ ഡാർവിനിസം എന്ന തിയറിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇനി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊന്നാണ് സോഷ്യൽ എവല്യൂഷൻ. അതായത് ഹെർബർട്ട് സ്പെൻസറുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ ആ വർക്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സോഷ്യൽ എവല്യൂഷൻ തിയറി ഉണ്ട്. അതായത് ഒരു സമൂഹം പ്രധാനമായും കടന്നു പോകുന്നത് ഒരു 3-4 സ്റ്റേജുകളിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു 3-4 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു സൊസൈറ്റി കടന്നു പോകുന്ന 3-4 ആസ്പെക്റ്റുകൾ, ഡൈമെൻഷൻസ്. ഒന്നാമതായിട്ട് സമൂഹത്തിൽ കാര്യമായ ഇൻക്രീസിങ് ഉണ്ടാവും, അതിൻ്റെ പോപ്പുലേഷനുള്ള ഒരുപാട് വർധനവ് വരും. അതുപോലെ സമൂഹത്തിൽ പല തരത്തിൽ പല വൈവിധ്യമാർന്ന ഒരുപാട് വ്യത്യസ്ത കൾച്ചറുകളിലുള്ള ആളുകൾ രൂപപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സെറ്റിൽഡ് ആയി സിവിലൈസ്ഡ് ആയിട്ടൊക്കെ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ എവല്യൂഷൻ തിയറി ഉണ്ട്. അതിന് വിശാലമായിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അതായത് ഒന്നാമത്തെ സിമ്പിൾ ടു കോമ്പൗണ്ട് സൊസൈറ്റീസ് ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ ഈ ഹെർബർട്ട് സ്പെൻസറിൻ്റെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഇനി പോകുന്നത്. അദ്ദേഹം പറയുന്നത് ഈ എവല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിയറികളാണ്. അപ്പോൾ അദ്ദേഹം ഈ സൊസൈറ്റിയുടെ ഒരു എവല്യൂഷൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അതായത് ഒരു സൊസൈറ്റി അതിലേക്ക് കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തുനിന്ന് വരുമ്പോൾ അവിടെ അതെന്ത് ചെയ്യുന്നു, പുതിയൊരു സൊസൈറ്റി ആയിട്ട് മാറുന്നു. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൊസൈറ്റിയിൽ രണ്ടോ അതിൽ കൂടുതലോ സൊസൈറ്റികളല്ലേ, സ്മോൾ സൊസൈറ്റീസ് കൂടി ചേർന്നിട്ട് പുതിയൊരു
എന്ത് ചെയ്യുന്നു, സൊസൈറ്റി രൂപപ്പെടുന്നു ഈ എവല്യൂഷൻ പ്രോസസ്സിലൂടെ. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതാണ് ഈ കോമ്പൗണ്ടിങ് ആൻഡ് റീകോമ്പൗണ്ടിങ്. ഒന്നോ രണ്ടോ സൊസൈറ്റികൾ കൂടി ചേർന്ന് ഒരു ലാർജർ വലിയ സൊസൈറ്റീസായി മാറുന്നു. അങ്ങനെ അവിടെ കൂടുതൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിനെ 4 തരത്തിൽ 4 സ്റ്റേജിലാണ് ഈ തിയറി പോകുന്നത്, ഈ ഒരു എവല്യൂഷൻ തിയറി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഈ തിയറി 4 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമത് സിമ്പിൾ സൊസൈറ്റീസാണ്. സിമ്പിൾ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോതിലുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും. അതായത് നമ്മളൊരു ഫാമിലിയിൽ നിന്നായിരിക്കും ഇത് തുടങ്ങുക. ഒരു ഫാമിലി പോലെ ഒരു ചെറിയ സൊസൈറ്റി. അപ്പോൾ അവർ പരസ്പരം അവർക്കിടയിൽ എല്ലാ കോപ്പറേഷൻസും ഉണ്ടാകും. അവരുടെ ഒരു അതോറിറ്റിയുടെ ആവശ്യമില്ല, അവർക്കിടയിൽ ഹൈറാർക്കി ഇല്ല, ഒരു നൊമാഡിക്കായ പീപ്പിളായിരിക്കും. അതാണ് നമ്മൾ സിമ്പിൾ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് സോഷ്യോളജിസ്റ്റുകൾ കൊണ്ടുവരുന്നത് ഈ കാനഡയിലും അലാസ്ക, ഗ്രീൻലാൻഡ് അവിടെയൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഈ ഇൻയൂട്ട് അല്ലെങ്കിൽ എസ്കിമോ എന്ന് പറയുന്ന ഓരോ ഇൻഡിജിനിയസ് ആയ അവിടുത്തെ ഒരു ട്രൈബൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഭാഗങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ ഹണ്ടിങ് ഫിഷിംഗ് ഒക്കെ നടത്തിയിട്ട് അവിടെ നാടോടികളായിട്ട് ജീവിക്കുന്ന സ്മാൾ അല്ലെങ്കിൽ സിമ്പിൾ സൊസൈറ്റീസ് ആയ ആളുകളാണ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് അവിടെ മറ്റു ലോസോ അല്ലെങ്കിൽ അതോറിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. അവരങ്ങനെ ഹണ്ടിങ്ങും മറ്റൊക്കെ നടത്തിയിട്ട് അങ്ങനെ ജീവിക്കുന്നൊരു ആളുകളാണ്. അതാണ് സിമ്പിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒന്നും കൂടി കയറിയിട്ടുള്ളതാണ്, ഒന്നും കൂടി കൂടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കൂടി വരുന്ന സൊസൈറ്റിയാണ് കോമ്പൗണ്ട് സൊസൈറ്റീസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ സിമ്പിൾ സൊസൈറ്റീസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് കോമ്പൗണ്ട് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായി സെറ്റിൽഡായി മാറും. അതുപോലെ അഗ്രികൾച്ചർ അവരുടെ ഒരു മെയിൻ ഒക്കുപ്പേഷനായി മാറും. അങ്ങനെ അവർ തന്നെ ഒരു 4-5 ഗ്രൂപ്പായിട്ട്, അതായത് അവർക്ക് അതോറിറ്റി ഉണ്ടാവും, അതല്ലെങ്കിൽ അവരുടെ ഒരു മത നിർവഹണമായിട്ടുള്ള ഒരു പ്രീസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് സോഷ്യോളജിസ്റ്റുകൾ കൊണ്ടുവരുന്നത് ടൂട്ടോണിക് പീപ്പിളാണ്. അതായത് ഇവരുണ്ടായിരുന്നത് ജർമ്മൻ ഭാഗത്താണ്. ആൻഷ്യൻ്റ് ജർമ്മൻ ഒരു ട്രൈബാണ് ഈ പറഞ്ഞ വിഭാഗം ആളുകൾ. 5-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആൻഷ്യൻ്റ് ജർമ്മൻ ട്രൈബാണ് ഇവർ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞതുപോലെ ആൻഷ്യൻ്റ് ജർമ്മൻ ട്രൈബായിരുന്നു. അവർ യൂറോപ്പിൽ, അതായത് അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവിടെ നിന്ന് സെൻട്രൽ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതായത് ഡെൻമാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ നോർവേ, സ്വീഡൻ ആ ഭാഗത്തേക്ക് സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ ആ ഭാഗത്തേക്ക് അവരെന്ത് ചെയ്തു, മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ 2 സൊസൈറ്റീസ് അവിടെ കൂടിച്ചേരുകയാണ്. അപ്പോഴാണ് ഈ കോമ്പൗണ്ട് സൊസൈറ്റീസ് രൂപപ്പെടുന്നത്. അപ്പോൾ അവരുടെ കൾച്ചറുകൾ പരസ്പരം മിക്സ് ആവും. അതുപോലെ അവർക്കിടയിലുള്ള ലോസ് മറ്റു കാര്യങ്ങളൊക്കെ പരസ്പരം മിക്സ് ആവും. അപ്പോൾ അതാണ് കോമ്പൗണ്ട് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡബ്ലി കോമ്പൗണ്ടഡ് സൊസൈറ്റീസ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടി ഡെവലപ്മെൻറ്റ് കൂടിയിട്ട് ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കൃത്യമായിട്ടുണ്ടാവും. അവർക്കൊരു അതോറിറ്റി ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സിസ്റ്റത്തിലാണ് കാസ്റ്റ് സിസ്റ്റമൊക്കെ വരിക. ഇതാകുമ്പോൾ കൂടുതൽ ലോസും അതുപോലെ മതങ്ങളൊക്കെ ഈ ഒരു സൊസൈറ്റിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് വരും, ടൗണ്, റോഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ഉദാഹരണമായി പറയാൻ സാധിക്കുക 11-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടാണ്. അപ്പോൾ അന്നത്തെ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് 2 ഗ്രൂപ്പുകളാണ്, ആംഗ്ലോ സാക്സൺസും അതുപോലെ നോർമൻസും. അതായത് ഈ 2 വിഭാഗങ്ങളാണ്. അപ്പോൾ അതിലിവിടെ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ അവിടെ ഒറിജിനൽസ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ, അവിടുത്തെ തദ്ദേശീയരായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഒറിജിനൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആംഗ്ലോ സാക്സൺസ് എന്ന വിഭാഗമാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു കൾച്ചറും മറ്റു കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടേക്ക് പിന്നീട് കോൺകർ ചെയ്ത് വരുന്ന ആളുകളാണ് നോർമൻസ് എന്ന് പറയപ്പെടുന്ന നോർത്ത് വെസ്റ്റേൺ ഫ്രാൻസിലാണ് അവരുള്ളത്. ഈ നോർമൻസ് ഉണ്ടായിരുന്നത് നോർത്ത് വെസ്റ്റേൺ ഫ്രാൻസിൽ. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്, പിടിച്ചടക്കിയിട്ട് വന്നിട്ട് ഇവിടെ താമസിക്കുകയാണ് പിന്നെ അവർ ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഇതുവരെ 2 കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ഒരു പുതിയ ഡബ്ലി കോമ്പൗണ്ടഡ് സൊസൈറ്റി അവിടെ രൂപപ്പെടുന്നത്, കോമ്പൗണ്ട് സൊസൈറ്റി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു അതോറിറ്റി ഉണ്ട്, ഒരു കിങ് ഉണ്ടാവും ഏറ്റവും മുകളിൽ. അതായത് നമ്മൾ ഫ്രാൻസിലൊക്കെ കാണുന്നത് പോലെ അവിടെ ആ കാലത്തുണ്ടായിരുന്നത് പോലത്തെ ഒരു സിസ്റ്റം ഇവിടേക്കും വന്നു. അതായത് ഒരു നോബിൾസ് ഉണ്ടാവും, രാജാക്കന്മാർ, പിന്നെ ഒന്നുകൂടി ഒരു മിഡിൽ ഫാർമേഴ്സും മറ്റു ആളുകളൊക്കെ ഉണ്ടാവും. അതുപോലെ ഏറ്റവും അടിത്തട്ടിൽ അടിമകൾ, അങ്ങനെ സ്ലേവ്സ്, അങ്ങനെ ഒരു ഹൈറാർക്കി അവർക്കിടയിൽ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ലാംഗ്വേജും കൾച്ചർ ഇതൊക്കെ മിക്സായി തുടങ്ങും അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റി രൂപപ്പെടുന്നത് എന്ന് പറയുന്നത്. അവസാനമായിട്ടുള്ള 4ാമത്തെ സൊസൈറ്റിയാണ് ട്രബിളി കോമ്പൗണ്ട് സൊസൈറ്റി. അപ്പോൾ ഇവരൊന്നുകൂടി ഒരു വലിയ നാഷൻ സ്റ്റേറ്റ് ആയിട്ട് സിവിലൈസ്ഡ് ആയിട്ട് മാറിയ ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരുപാട് സൊസൈറ്റീസുകൾ കൂടി ചേർന്നിട്ടുണ്ടായതാണ്. അതായത് പ്രധാനമായിട്ടും 3 ഗ്രൂപ്പുകളാണ് US രൂപപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന നാറ്റീവ് അമേരിക്കൻസ് ഉണ്ടായിരുന്നു, പിന്നെ മറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്ന യൂറോപ്യൻസ്, അതുപോലെ ആഫ്രിക്കൻസ്. അപ്പോൾ നാറ്റീവ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം തന്നെ അവിടെ ആ ഭാഗത്തുള്ള ആളുകൾ. പിന്നെ എന്ത് ചെയ്തു, 16-ാം നൂറ്റാണ്ടിൽ നിന്ന് സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് യൂറോപ്യൻസ് വന്ന ആളുകളാണ് 2ാമത്തെ ടീം. 3ാമത്തെ ടീം എന്ന് പറഞ്ഞാൽ ഈ
ആഫ്രിക്കയിൽ നിന്ന് നിർബന്ധിതരായി പിടിച്ചുകൊണ്ടിരുന്ന ഒരുപാട് അടിമകളുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് അവരും ഇവിടെ എത്തി. അങ്ങനെ വ്യത്യസ്തമായ കൾച്ചറുകൾ രൂപപ്പെട്ടിട്ടാണ് പിന്നീട് US എന്ത് ചെയ്തത് രൂപപ്പെട്ടത്, അമേരിക്കൻ സൊസൈറ്റി. അവർ പിന്നെ ഒരുപാട് കൾച്ചറൽ ഇൻഫ്ലുവൻസ് അവിടെ ഈ 3 സൊസൈറ്റിയുടെയും അവിടെ വന്നു, ഈ പ്രദേശത്ത് വന്നു. അപ്പോൾ പിന്നെ പൊളിറ്റിക്കലായ സോഷ്യലായ ഒരുപാട് മൂവ്മെൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം 3 സൊസൈറ്റികൾ കൂടുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളും മറ്റു പ്രൊട്ടസ്റ്റുകളും അവിടെ ഉണ്ടാവുമല്ലോ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു സൊസൈറ്റീസാണ് മിലിറ്റൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സ്പെൻസർ ഇനി നമ്മൾ 4 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി, 4 സൊസൈറ്റീസ്. ഇനി ഹെർബർട്ട് സ്പെൻസറിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഈ പറയുന്ന മിലിറ്റൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിലിറ്റൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കമാൻഡിങ് സെൻറ്റർ അവിടെ ഉണ്ടാവും, ഒരു സെൻട്രൽ അതോറിറ്റി അവിടെ ഉണ്ടാവും. ഗവൺമെൻറ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു അതോറിറ്റി ഉണ്ടാവും. അപ്പോൾ അവർക്ക് കീഴിലായിരിക്കും മറ്റുള്ള ജനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായി അവർക്ക് ഓരോ പൊസിഷൻസും ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായ കാര്യങ്ങൾ ഡ്യൂട്ടീസ് കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ ഈ അതോറിറ്റിയുടെ കീഴിലായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും അവിടുത്തെ എല്ലാ സൊസൈറ്റീസും ഉണ്ടാവുക. ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഈ മിലിറ്റൻറ്റ് സൊസൈറ്റിയുടെ ഓപ്പോസിറ്റാണ്. അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല, എല്ലാവരും സ്വതന്ത്രമായിട്ട് അവർക്ക് ചെയ്യാം. എല്ലാം സ്വന്തം താല്പര്യപ്രകാരം ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം ലഭിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തിയ ഈ ഹെർബർട്ട് സ്പെൻസറിൻ്റെ ഒരുപാട് തിയറികൾ, ഇതിലൊക്കെ പല മറ്റ് സോഷ്യോളജിസ്റ്റുകളും ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പരിചയപ്പെടുത്തിയ പല തിയറികളിലും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൃത്യമായിട്ട് അതിന് പ്രാക്ടിക്കാലിറ്റി ഇല്ല എന്നാണ് അദ്ദേഹം അവരെ വിമർശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പോലും ഇന്നത്തെ പല സമൂഹങ്ങളിൽ പോലും അദ്ദേഹം ഈ പറഞ്ഞ സാധനം പലപ്പോഴും പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ റിയലിസ്റ്റിക് അല്ല. കാരണം അദ്ദേഹം പറഞ്ഞ എവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറീസിൻ്റെ ഒരു സൈനും ഇന്നത്തെ സൊസൈറ്റികൾ പലപ്പോഴും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ എവല്യൂഷൻ തിയറി സൊസൈറ്റികൾക്ക് അനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന ഓരോ തിയറിക്കും പല സോഷ്യോളജിസ്റ്റുകളും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു തിയറിയിലേക്ക് പോകുന്നത് സൈക്ലിക്കൽ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട സൈക്ലിക്കൽ തിയറി. അതായത് ഓരോ സമൂഹവും സൊസൈറ്റിയും എന്ത് ചെയ്യും, ഒരു സൈക്കിൾ ഓഫ് ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ ഡിക്ലൈൻ, പിന്നെ റിന്യൂവൽ. അങ്ങനെ ഒരു സൈക്ലിക്കൽ തിയറിക്ക് ഇങ്ങനെ കടന്നു പോകുമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കലായിട്ടുള്ള വ്യത്യസ്തമായ ഫാക്ടറുകൾ അടങ്ങിയതാണ് ഈ ഒരു സൈക്ലിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കണ ആദ്യം നമ്മൾ എടുക്കുന്നത് ഇറ്റാലിയൻ സോഷ്യോളജിസ്റ്റും എക്കണോമിസ്റ്റും ഒക്കെ ആയ ഒരു സ്കോളറുണ്ട്, അദ്ദേഹം വിൽഫ്രെഡോ പരേറ്റോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് ആൻഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിൽ ഈ ഒരു സൈക്ലിക്കൽ തിയറി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം 3 രീതിയിലാണ്, ഒന്ന് ബിസിനസ് സൈക്കിൾ, അല്ലെങ്കിൽ എക്കണോമിക് സൈക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ ഒരു ഫെയ്ത്ത് സൈക്കിൾ, അതുപോലെ പൊളിറ്റിക്കൽ സൈക്കിൾ. ഇങ്ങനെ 3 രീതിയിലാണ് അദ്ദേഹം ഈ സൈക്ലിക്കൽ തിയറിയെ സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറയുന്നതുപോലെ ഇറ്റാലിയൻ സോഷ്യോളജിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയപ്പെട്ട ഒന്നാമത്തെ ഒരു സൈക്കിളാണ് എക്കണോമിക്കൽ സൈക്കിൾ തിയറി, അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ എക്കണോമിക്കൽ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ ഉണ്ടാവുക. അതായത് നമ്മൾ ആദ്യം ഏതൊരു സംഭവം, അതായത് ഈ പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു സമൂഹത്തിൽ എന്തുണ്ടാവും, ഒരു കൃത്യമായ ടെക്നോളജിക്കലും മറ്റൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആദ്യം ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും, കൃത്യമായ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും, നല്ല പ്രോസ്പെരിറ്റി വരും, നല്ല ഇൻകം കിട്ടും, നല്ല ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ എക്കണോമിയിൽ വലിയ മുന്നേറ്റങ്ങൾ ആദ്യ ഘട്ടത്തിലുണ്ടാവും. അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ എക്കണോമിക്കൽ തിയറിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല മുന്നേറ്റം ആദ്യഘട്ടത്തിലുണ്ടാവും. പിന്നീട് അത് എന്ത് ചെയ്യും, ക്രൈസിസിലേക്ക്. കാരണം ഇങ്ങനെ ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നതോടൊപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഓവർ പ്രൊഡക്ഷൻ കാരണം അല്ലെങ്കിൽ ഓവർ സ്പെൻഡിങ് കാരണം അവിടെ ചില ക്രൈസിസുകൾ രൂപപ്പെടും. അപ്പോൾ ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന എക്സ്പെൻഷൻ, അതുപോലെ ക്രൈസിസ്. ഇനി മൂന്നാമത്താണ് കോൺട്രാക്ഷൻ. അപ്പോൾ ഈ ഇങ്ങനെ ക്രൈസിസ് രൂപപ്പെടുമ്പോൾ അവിടെ പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടും, പല എക്കണോമിക്കലായ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതുമൂലം അവിടെ എന്ത് ചെയ്യും, വീണ്ടും ഒരു കോൺട്രാക്ഷനിലേക്ക്, എക്സ്പാൻഷനിൽ നിന്ന് കോൺട്രാക്ഷനിലേക്ക് വീണ്ടും ആ ഒരു ബിസിനസ് താഴ്ചയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു സൈക്ലിക്കലാണ്. അതായത് ആദ്യം ഒരു എക്സ്പാൻഷൻ വന്നു, പിന്നെ ഒരു ക്രൈസിസ് വന്നു, അതോടെ കോൺട്രാക്ഷനായി മാറി. അപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഓരോ എക്കണോമിക്കലായിട്ട് ഒരു സമൂഹത്തിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സൈക്ലിക്കൽ തിയറി ഉണ്ടാവും. ഇത് ഇനി വീണ്ടും സൈക്കിളായിട്ട് തന്നെ വരും. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി പരിചയപ്പെടുത്തിയാണ്. ഞാൻ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ എന്തുണ്ടാവും, കുറച്ച് ആളുകൾക്കിടയിൽ ഒരു വലിയ പവർ ഉണ്ടാവും. അതായത് സമൂഹത്തിൽ 2 ഗ്രൂപ്പായിരിക്കും. ഒന്ന് ഈ പറയുന്ന പോലെ റൂളിംഗ് ക്ലാസ്, അല്ലെങ്കിൽ റൂളിംഗ് എലൈറ്റും ഉണ്ടാവും, അതുപോലെ മാസ് പൊതുജനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ 4 രീതിയിലാണ് അദ്ദേഹം ഈ പറയപ്പെട്ട പൊളിറ്റിക്കൽ തിയറി പോവുക.
അത് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക സമൂഹത്തിൽ. അത് ഡൊമിനേറ്റ് ചെയ്തിട്ട് നിൽക്കും, മറ്റുള്ള ആളുകളുടെ മേൽ അവർ പവർ ഉടമപ്പെടുത്തി നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പലതരത്തിലുള്ള ഈ പൊതുജനങ്ങൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും ഇവർക്കെതിരെ അവർ രൂപപ്പെടുത്തും. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യും, ഇവർക്കെതിരെയുള്ള പ്രകടനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെ ഒരു ഡീജനറേഷൻ, പല രീതിയിലുള്ള ആക്ടിവിറ്റീസുമായിട്ട് ഈ പൊതുജനങ്ങൾ ഇവർക്ക് ഇടയിൽ ഇറങ്ങും. അങ്ങനെ അവരെന്ത് ചെയ്യും, ഒരു റവല്യൂഷൻ്റെയൊക്കെ അവസാന ഘട്ടത്തിൽ എത്തപ്പെടും. അപ്പോൾ ഈ റൂളിംഗ് അല്ലെങ്കിൽ ഡൊമിനൻ്റായി നിൽക്കുന്ന ആളുകൾക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവർക്കെതിരെ ഒരു പ്രകടനങ്ങളും മറ്റും പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയിട്ട് സ്വാഭാവികമായിട്ടും അവരുടെ പവർ നഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും പിന്നെ മറ്റു ഡൊമിനൻ്റ് ക്ലാസ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലിക്കലായി ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് തിയറികൾക്കും നേരത്തെ പറഞ്ഞതുപോലെ പല വിമർശനങ്ങളും നമ്മുടെ ഈ വിൽഫ്രദോ ബരേത്തോയുടെ തിയറികൾക്കൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. കാരണം അത് പലതും പ്രാക്ടിക്കലായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി മറ്റൊരു ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഐഡിയോളജിക്കൽ സൈക്കിൾ എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിലീഫ് സൈക്കിളാണ്. അതായത് സമൂഹത്തിൽ പല വിഭാഗം ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങളും അതുപോലെ വിശ്വാസങ്ങളും ബിലീഫ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല ഗ്രൂപ്പുകളും പല ബിലീഫ്സും ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പരസ്പരം ക്ലാഷുകൾ വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് അദ്ദേഹം ഇത് പരിചയപ്പെടുന്നത്. ഒന്ന് ഡൊമിനൻ്റ്, പിന്നെ അതുപോലെ റെസ്യൂജൽ. അപ്പോൾ ഡൊമിനൻ്റ് റെസ്യൂജൽ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഓൾഡ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സൊസൈറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും, പുതിയ ഐഡിയാസ്, പുതിയ ട്രെൻഡുകളും പുതിയ ഐഡിയാസുകളും പോപ്പുലാരിറ്റി വന്നിട്ട് അത് കൂടുതൽ എന്ത് ചെയ്യും, ആളുകൾക്കിടയിൽ സ്വീകരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ഈ ഡൊമിനൻ്റായ ഐഡിയ, അപ്പോൾ നമ്മൾ ഒരു ഡൊമിനൻ്റായ ഐഡിയാസ് കൂടുതൽ പോപ്പുലാരിറ്റി നേടി കുറച്ച് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതും ക്രൈസിസിൽ വന്നിട്ട് അതും എന്ത് ചെയ്യും, അവസാനിക്കും. അപ്പോൾ മറ്റൊരു സൈക്കിൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരു ബിലീഫ് സൈക്കിൾ, അതായത് കുറച്ച് ഐഡിയാസും ബിലീഫ്സും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാവും. അത് പിന്നീട് ഓൾഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിന് പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ട് അത് അവസാനിക്കും. ഇപ്പം മറ്റു ഐഡിയാസും ട്രെൻഡുകളും വരും, പിന്നീട് അത് അവസാനിക്കും. അങ്ങനെ ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും ഈ ഐഡിയാസിലും ബിലീഫ്സിലും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഫെയ്ത്ത് സൈക്കിൾ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ഫ്ലക്ച്വേഷൻ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു റഷ്യൻ സോഷ്യോളജിസ്റ്റായ സരോക്കിൻ എന്നൊരു റഷ്യൻ സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് വെച്ച ഒരു തിയറിയാണിത്. അദ്ദേഹത്തിൻ്റെ പെൻഡുലാർ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ് ഇത് അറിയപ്പെടുന്ന പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡൈനാമിക്സ് എന്ന പുസ്തകത്തിലാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 തരത്തിലുള്ള പീരീഡുകളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു 3 തരത്തിലുള്ള 3 വാല്യൂ സിസ്റ്റമാണ് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം. അപ്പോൾ ഇതൊരു ഗ്രീക്കോ റോമൻ സൊസൈറ്റിയുടെ അവിടെ ഉണ്ടായ സോഷ്യൽ ചേഞ്ചസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനം മുന്നോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു 3 തരത്തിലുള്ള 3 വാല്യൂ സിസ്റ്റം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് സെനറ്റ് പീരീഡ്, അതായത് നമ്മൾ ഈ കാണുന്നത് പോലെ 3 രീതിയിലുള്ള സെനറ്റ്, അതുപോലെ ഐഡിയേഷണൽ, ഐഡിയലിസ്റ്റിക്, ഇങ്ങനെ 3 പീരീഡുകളാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഈ റഷ്യൻ സോഷ്യോളജിസ്റ്റ് സരോക്കിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഒരു തിയറി, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് സെനറ്റ് പീരീഡ് എന്നുള്ളത്. ഈ സെനറ്റ് പീരീഡിൻ്റെ സമയം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂ ആയിരിക്കും. അതായത് മൊത്തത്തിൽ സമൂഹത്തിൽ ഒരു പ്ലഷർ, അതായത് എല്ലാവരും പ്ലഷർ അന്വേഷിച്ചുകൊണ്ട് അവർക്ക് മാക്സിമം പ്ലഷറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ആളുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ സെനറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ഇത് മുന്നോട്ട് വെക്കുന്നത്, ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 1920 ഒരു ഉദാഹരണം വെച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കയിലുണ്ടാകുന്ന ഒരു ഉദാഹരണം. അപ്പോൾ റോറിങ് 20s എന്നാണ് ആ കാലഘട്ടത്തെ പോലും അറിയപ്പെടുന്നത്, ആ സമയത്ത് അറിയപ്പെടുന്നത്. അതായത് ആളുകൾ കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നു, അതുപോലെ മറ്റു ഭൗതികമായിട്ടുള്ള ഒരുപാട് ആഭാസങ്ങൾ അല്ലെങ്കിൽ ആർഭാടങ്ങൾ എന്ന് പറയുന്നത് പോലെ പാർട്ടികളും ഡാൻസുകളും, അങ്ങനെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ മോറൽ എത്തിക്സ് തീരെ ഇല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ജീവിതം മുഴുവനായിട്ടും ഈ ആൽക്കഹോൾ ഉപയോഗിക്കുക, അതുപോലെ ഡാൻസ്, പാർട്ടി, അങ്ങനെ സ്പിരിച്വൽ വാല്യൂസിൽ നിന്ന് തീർത്തും മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ്, ഒരു കാലഘട്ടത്തെയാണ് അദ്ദേഹം സെനറ്റ് പീരീഡ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്ന് അകന്നു നിന്നൊരു കാലമായിരുന്നു. അതിനുശേഷം
അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയ പീരീഡാണ് ഐഡിയേഷണൽ പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് യൂറോപ്പിൽ നല്ല സ്പിരിച്വാലിറ്റി ഉള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ഓറിയൻറ്റഡ് ആയ ഒരു കാലഘട്ടമായിരുന്നു ഈ ഐഡിയേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും 2 സബ് ടൈപ്പുകളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ആക്റ്റീവ് സബ് ടൈപ്പ്, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ ഐഡിയലിസം, അതായത് കൃത്യമായി എന്താണ് മൊറാലിറ്റിക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള മോറൽ എത്തിക്സിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഗ്രീക്ക് ഐഡിയലിസം ഒക്കെ ഉൾക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലെങ്കിൽ ഒരു സമയമായിരുന്നു ഈ ആക്റ്റീവ് സബ് ടൈപ്പ് അല്ലെങ്കിൽ സബ് സിസ്റ്റം കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് നമുക്കറിയപ്പെടുന്നത് പോലെ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സായ അരിസ്റ്റോട്ടിലിനെയും അതുപോലെ തോമസ് അക്വിനാസ് ഇവരൊക്കെ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ തിയറികൾ മുന്നോട്ട് വെച്ച ആളുകളാണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു എന്താണ് ആക്റ്റീവ് സബ് സിസ്റ്റം രൂപപ്പെടുത്തിയിരുന്നത്. രണ്ടാമത്തെ എസ്തെറ്റിക് സബ് സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ റെനൈസൻസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒന്നും കൂടി ഉണ്ടായ പ്രത്യേകമായ ഒരു സിസ്റ്റമാണ്. അതായത് ഇമോഷനും ഇമാജിനേഷനും ഒക്കെ ആയിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന സംഭവങ്ങൾ. അപ്പോൾ ആളുകൾ കൃത്യമായൊരു ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി, ഇൻഡിവിജ്വലിസം അതിനൊക്കെ നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരുപാട് ലോകത്ത് അറിയപ്പെടുന്ന ഫേമസ് ആയ പല വർക്കുകളും പല ആർട്ട് കലാമേഖലയിലുള്ള പല വർക്കുകളും പുറത്തു വന്ന സമയമായിരുന്നു ഈ എസ്തെറ്റിക് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അറിയുന്നത് പോലെ തന്നെ മിഡീവൽ യൂറോപ്പിലായിരുന്നു ഇതിൻ്റെ സമയം എന്ന് പറയുന്നത്. മിഡീവൽ ഏജ് മധ്യകാലഘട്ട യൂറോപ്പിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്, ഈ ഒരു സിസ്റ്റം രൂപപ്പെട്ടു വന്നിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അന്നവർ ഒരുപാട് നല്ല ലിറ്ററേച്ചറിനും അതുപോലെ ആർക്കിടെക്ചറിനൊക്കെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. നമ്മളറിയപ്പെടുന്നത് പോലെ തന്നെ ജർമ്മനിയിലെ ഗോത്തിക് ചർച്ച്. അപ്പോൾ അത് വളരെ ഫേമസ് ആയ ഒരു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചർച്ചായിരുന്നു. അതുപോലെ പാരീസിലുണ്ടായിരുന്ന മറ്റൊരു ചർച്ച്. അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് നല്ല ചർച്ചുകളും അതുപോലെ മറ്റൊരുപാട് ആർട്ട് വർക്കുകളൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയുള്ള ഇതിനോട് സാമ്യമായി നിൽക്കുന്ന മറ്റൊരു കാലഘട്ടമാണ്, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഐഡിയലിസ്റ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇദ്ദേഹം ഈ സെറോക്കിൻ നമ്മൾ പറയുന്നത് റഷ്യൻ സോഷ്യോളജിസ്റ്റായ സെറോക്കിൻ്റെ തിയറീസ് എന്നാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനെ ലേറ്റ് മിഡിൽ ഏജസിലാണ് അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരുപാട് നല്ല ആർട്ടിഷ്യൻസ്മാരെ കടന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഇറ്റാലിയൻ സ്കൾപ്ചറും പെയിൻറ്ററൊക്കെ ആയിരുന്ന മൈക്കിൾ ആഞ്ചലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ അറിയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് സിസ്റ്റർ ചപ്പൽ സീലിംഗ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഒരു പെയിൻറ്റിംഗ് ആണത്. അപ്പോൾ അതിലൊരുപാട് സ്പിരിച്വലായ ഒരുപാട് കാര്യങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളൊരു അറിയപ്പെട്ട ഒരു പെയിൻറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ സിസ്റ്റർ ചാപ്പൽ സീലിംഗ് എന്ന വർക്ക്. നമുക്ക് നെറ്റിലൊക്കെ വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു നല്ല വളരെ ഒരുപാട് മീനിങ് ഫുൾ ആയൊരു വർക്കായിരുന്നു അത്. അതുപോലെ മറ്റൊരു വർക്കാണ് ഈ ഡച്ച് തിയോളജിയനായ എറാസ്മുസ്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് ദെസിഡ്യൂരിയസ് എറാസ്മുസ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ബന്ധപ്പെട്ട് ഒരുപാട് എഡ്യൂക്കേഷനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഇതുപോലത്തെ ഒരു നല്ല വർക്ക് അദ്ദേഹവും ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഈ സ്പിരിച്വാലിറ്റിക്കും അതുപോലെ പ്രാക്ടിക്കാലിറ്റിക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള മറ്റു നല്ല റിലീജിയസ് ആയ വാല്യൂസിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായൊരു സമയമായിരുന്നു ഈ ഐഡിയലിസ്റ്റിക് പീരീഡ് എന്നുള്ളത്. ഇനി മറ്റൊന്നാണ് കോൺഫ്ലിക്റ്റ് തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ പല കോൺഫ്ലിക്റ്റുകളുണ്ടാവും. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ സ്ട്രഗിളുകളും അവർക്കിടയിൽ രൂപപ്പെടുമെന്നുള്ളതാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് തിയറിയിലൂടെയും സമൂഹത്തിലുണ്ടായ പല മാറ്റങ്ങളെയും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു ഭാഗത്തിൽ നല്ല പവർ ഉണ്ടാവും, മറ്റുള്ളവർ ആ പവർ മറ്റുള്ള സാധാരണക്കാരായ ആളുകളുടെ മേലെ അതുപോലെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ 2 വിഭാഗം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് തിയറി വരുന്നത്. അപ്പോൾ അതിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരുപാട് 1930കളിൽ ഉണ്ടായിരുന്ന അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഘടനകളും മറ്റൊക്കെ നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അമേരിക്കയിലെ ആ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ് ഇതിന് ഉദാഹരണമായിട്ട് രൂപപ്പെടുത്തുന്നത്. കാരണം അന്ന് അവിടുത്തെ തൊഴിലാളികൾ വർക്കേഴ്സ് അന്നത്തെ ഡൊമിനൻ്റ് പവറിനെതിരെ പല പ്രൊട്ടസ്റ്റുകളും മറ്റൊക്കെ നടത്തിയിട്ട് അവരുടെ ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും നേടിയെടുത്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിലേക്ക്, കാൾ മാർക്സിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറികളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറികൾ എന്ന് പറയുന്നത് പോലെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഭയങ്കര സോഷ്യലിസവും കമ്മ്യൂണിസവും ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച തിയറികളാണ്
പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ പല വർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറികളെ ഫൗണ്ടർ ഓഫ് മോഡേൺ സോഷ്യൽ തിയറി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ളത്. അതായത് സമൂഹത്തിൽ എന്തുണ്ട്, മെറ്റീരിയലായ കണ്ടീഷൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് സമൂഹത്തിൽ ഈ ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, വലിയ ഉന്നത സ്ഥാനങ്ങൾ അല്ലെങ്കിൽ വലിയ ക്ലാസ്സുകൾ ലഭിക്കുന്നത്, നല്ല സ്റ്റാറ്റസ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡൊമിനൻ്റ് ആയൊരു ക്ലാസ് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, അവരുടെ മെറ്റീരിയൽ കണ്ടീഷൻസ് കാരണം അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ അവർക്കാണ് എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ അങ്ങനെ ഒരു ക്ലാസ് രൂപപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ക്ലാസ് ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രഗിൾ വരും. കാരണം ഒരു പവർ കുറച്ച് ആളുകളിലേക്ക് മാത്രം ചുരുക്കപ്പെട്ട് ഒരു റൂളിംഗ് ക്ലാസ് ആയി മാറുമ്പോൾ മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ്, വർക്കിംഗ് ക്ലാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് ഇടയിൽ ഒരു സ്ട്രഗിൾ രൂപപ്പെടുന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവർ പ്രൊഡക്ഷൻ വർക്കിംഗ് ക്ലാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റുകളും അപ്പോൾ അതിൻ്റെ എമൗണ്ട് തീരുമാനിക്കേണ്ടത് തന്നെയാണ് അവർ തന്നെയാണ്. അപ്പോഴാണ് അവർക്ക് അതിന്മേലൊരു ആധിപത്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ എക്സ്പ്ലോയിറ്റ് ആയി പോവുക. കാരണം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മറ്റൊരു റൂളിംഗ് ക്ലാസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റേഷൻ വരുന്നു എന്നാണ് കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്ന തിയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സോഷ്യൽ ചേഞ്ച് തിയറി നമ്മൾ ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ പ്രധാനമായും 5 ഘട്ടങ്ങളാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും ഈ വർക്കിംഗ് ക്ലാസ് അതുപോലെ റൂളിംഗ് ക്ലാസ് ഇത് രണ്ടിനെയും മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ഈ ഒരു 5 ഫേസുകളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം മനസ്സിലാക്കാനുള്ള 5 ഘട്ടങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത് പ്രിമിറ്റീവ് കമ്മ്യൂണിസമാണ്. അപ്പോൾ കാൾ മാർക്സ് പറയുന്നത് എന്താ വെച്ചാൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അതില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. നമ്മൾ ആദ്യകാല പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പ്രിമിറ്റീവ് സൊസൈറ്റി പോലെ, പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ അവിടെ എന്തില്ല, ഒരു പ്രത്യേകമായൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടികളില്ല. എല്ലാം ആ ഒരു കമ്മ്യൂണിറ്റി, അവിടുത്തെ ആളുകളാണ് അതിൻ്റെ എല്ലാം നിയന്ത്രണം. കൃത്യമായ ഈക്വലായിട്ടുള്ള റൈറ്റ്സ് അവർക്ക് എല്ലാ റിസോഴ്സുകളിലേക്കും ഉണ്ടാവും. എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ കാര്യങ്ങളും പരസ്പരം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ഉൾക്കൊണ്ടതാണ്. അപ്പോൾ അവർക്ക് മേലെ ഒരു അതോറിറ്റി അവിടെ ഇല്ല. അതുപോലെ തന്നെ അവിടെ പരസ്പരം ക്ലാസ്സുകളില്ല, അവർ പരസ്പരം റൂളിംഗ് ക്ലാസ് വർക്കിംഗ് ക്ലാസ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസാണ്. അതുപോലെ പരസ്പരം വളരെ കോപ്പറേറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്ന് അവർ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഒരു സാധ്യതയും അവിടെ ഇല്ല ഈ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ. അതുപോലെ തന്നെ ലിമിറ്റഡ് ഡിവിഷൻ ഓഫ് ലേബർ, അധികം ആളുകളും അഗ്രികൾച്ചർ മറ്റൊക്കെ ബന്ധപ്പെട്ടിട്ട് ലിമിറ്റഡ് ആയ ഡിവിഷൻ ഓഫ് ലേബറാണ് അവിടെ ഉണ്ടായിരിക്കുക. മോസ്റ്റ് ഓഫ് അവരുടെ ലേബറും അധികവും ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഒരുപോലെയുള്ള ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണൽ ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇവർക്ക് മറ്റൊരു അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ കൂട്ടമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരായിരിക്കും, ആ കമ്മ്യൂണിറ്റി തന്നെ ആയിരിക്കും എല്ലാവർക്കും ശബ്ദം ഉയർത്താനുള്ളൊരു റൈറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് മേലെ മറ്റൊരു അതോറിറ്റി ഇല്ല. ഇതാണ് ഒന്നാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത്, പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് സ്ലേവ് സൊസൈറ്റി എന്ന്. അപ്പോൾ ഈ സ്റ്റേജിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ലേവറി എന്നൊരു സിസ്റ്റം വന്നു. അപ്പോൾ ഇവിടെ റൂളിംഗ് ക്ലാസ് വന്നു. കാരണം സ്ലേവ് സൊസൈറ്റീസ് ഉണ്ടാകുമ്പോൾ അവർക്ക് മേലെ അവരെ ഭരിക്കുന്ന ഇവർ റൂളിംഗ് ക്ലാസ്സിൻ്റെ കീഴിലാണല്ലോ ഈ സ്ലേവ് സൊസൈറ്റി. അപ്പോൾ അങ്ങനെ പ്രശ്നം അവിടെ വരികയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അണീക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവറാണ്. കാരണം കുറച്ച് ആളുകൾ മാത്രം ഈ പവർ കൈവശപ്പെടുത്തി ബാക്കിയുള്ള ആളുകളൊക്കെ അവർക്ക് കീഴിലാവുമ്പോൾ അവിടെ ഒരു അണീക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഉണ്ട്. മറ്റൊന്നാണ് സ്ലേവറി ആസ് എ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഇവരെ ഫോഴ്സ് ചെയ്തിട്ട് ഈ സ്ലേവറികളെ അല്ലെങ്കിൽ അടിമകളെ ഫോഴ്സ് ചെയ്തിട്ട് ഇവർ മറ്റു ആളുകൾക്ക് റൂളിംഗ് ക്ലാസ്സിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർ അവരുടെ എല്ലാവിധ അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇവർക്ക് കീഴിലായി പോവുകയാണ്. ഇവരുടെ എല്ലാ ബെനിഫിറ്റ്സും, ഇവർ ചെയ്യുന്ന ജോലിയുടെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നതായിരിക്കാണ് ഈ പറയുന്ന റൂളിംഗ് ക്ലാസ്സിനാണ്. അപ്പോൾ ഇവരുടെ എല്ലാ കൺട്രോളും ഇവർക്ക് കീഴിലായി മാറുകയാണ്. അതുപോലെ തന്നെ ഇനീക്വലിയാണ്. അവർ രണ്ട് ക്ലാസ്സുകളായി തിരിയുമ്പോൾ തന്നെ ഒന്നാമതായിട്ട് ഈ സമൂഹത്തിൽ ഈ സ്ലാവുകളുള്ള ഉടമപ്പെടുത്തിയിട്ടുള്ള ആളുകൾ വലിയ ഹൈ ക്ലാസ്സിലെത്തും, മറ്റാളുകൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എത്തും, ഈ സ്ലാവ്സായ ആളുകൾ മൂന്നാമത്തെ ക്ലാസ്സിലെത്തും. അങ്ങനെ സമൂഹത്തിലൊരു ഇനീക്വാലിറ്റി വന്നു സമൂഹത്തിലുള്ള ക്ലാസ്സുകൾക്കിടയിൽ. മറ്റൊന്നാണ് എക്കണോമിക്കലായ ഇനീക്വാലിറ്റി. കാരണം ഇവർക്കുതിരി സ്ലാവ്സിന് ഇതിലൊരു അവകാശമില്ല. ഇവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഒരു റൂളിംഗ് ക്ലാസ്സായി മാറുമ്പോൾ ഇവർക്ക് പ്രത്യേക ഫുൾ പവേർട്ടിയും അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു എക്കണോമിക്കലായിട്ടുള്ള ഒരു പ്രോസ്പെരിറ്റി അവർക്കില്ല. മറ്റൊന്നാണ് ലിമിറ്റഡ് പൊളിറ്റിക്കൽ പവർ ഫോർ നോൺ എലൈറ്റ് ഗ്രൂപ്പ്. ഇവരല്ലാത്ത ഈ സ്ലാവ് അടിമകൾ ഉടമപ്പെടുത്തി അല്ലാത്ത ആളുകൾക്ക് മറ്റു പവറുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അങ്ങനെ 19-20 നൂറ്റാണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷിഫ്റ്റ് പ്രധാനമായിട്ടും ഈ സ്ലാവരികളൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള പല ഷിഫ്റ്റുകളും ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന കാൾ മാർക്സ് പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റേജ്. മൂന്നാമത്തെ ഘട്ടമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും ഒക്കെ ഉള്ള യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ. അപ്പോൾ അവരുടെ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഭൂ ഉടമകളായിരിക്കും. ഫ്യൂഡൽസ് അങ്ങനെ അറിയപ്പെടുന്ന ലാൻഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ഫ്യൂഡലിസം എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ഇതിൻ്റെ ഉടമകളുണ്ടാവും. അവിടുത്തെ ഫ്യൂഡൽ സിസ്റ്റം, ഫ്യൂഡൽ മാടമ്പികളായിരിക്കും അവിടുത്തെ പൊളിറ്റിക്കൽ അതോറിറ്റി. അവർക്ക് കീഴിൽ ലോക്കലി അവിടെ ഈ ഭൂമിയുടെ നികുതി മേടിക്കാൻ മറ്റൊരു കൈകാര്യം ചെയ്യാനൊക്കെ ഒരു ലോഡുകൾ നമ്മൾ പറയുന്ന ഈ ഇത് നോക്കുന്ന ഈ സംഭവങ്ങൾ, അതായത് ഈ ഭൂമികളും മറ്റവരുടെ കൃഷികളൊക്കെ ആ പണം നികുതി മേടിച്ച് ഇവർക്ക് എത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളോടെ ഉണ്ടാവും. ലോഡ് അങ്ങനെ അറിയപ്പെടും, അല്ലെങ്കിൽ സർഫ് എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടാവും. അപ്പോൾ സോഷ്യൽ ഹൈറാർക്കിയോടെ രൂപപ്പെട്ടു. കാരണം നൊബിലിറ്റി, പിന്നെ ലീഡേഴ്സ്, പിന്നെ പെസൻസ്, സർഫ്സ്, അങ്ങനെ ഒരു ഹൈറാർക്കിയും അവിടെ ഉണ്ടായി ഇതുമൂലം, ഈ ഒരു ഫ്യൂഡലിസം മൂലം. അതുപോലെ ലാൻഡ് ബേസ്ഡ് എക്കോണമിയാണ്. എല്ലാം ലാൻഡ് കുറച്ച് ആളുകളുടെ കയ്യിൽ, അത് നോക്കാൻ കുറച്ച് ആളുകൾ, അവിടെ കൃഷി ചെയ്യാൻ ചില ആളുകൾ, അങ്ങനെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ മിലിറ്ററി ഉണ്ടാവും. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ഇതിൻ്റെ കീഴിലുള്ള ഒരു സബോർഡിനേറ്റൈസ് ആയിട്ട് എന്തുണ്ടാവും, ഈ ഗ്രാൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു മിലിറ്ററി ഫോഴ്സ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ കൃത്യമായിട്ട് ഒരു പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. മറ്റൊന്നാണ് ലിമിറ്റഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് അവരുടെ ക്ലാസ്, ഇവർ ഏത് ക്ലാസ്സിലാണോ ഉള്ളത് അതായിരിക്കും അവരുടെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പോൾ അവർ വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ അവർ അതിൽ തന്നെ ആയിരിക്കും തുടരേണ്ടി വരിക. അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എങ്കിലും ചില ആളുകൾ കൂടുതൽ സ്കില്ലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് കൂടുതൽ മുന്നോട്ട് വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ എക്സെപ്ഷനാണ്. ഇനി അടുത്തൊന്നാണ് നാലാമത്തെ സ്റ്റേജാണ് ക്യാപിറ്റലിസം. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് വർഗ്ഗം, ബൂർഷ്വാസും അതുപോലെ അതായത് മുതലാളി വർഗ്ഗവും പിന്നെ തൊഴിലാളി വർഗ്ഗം, അങ്ങനെ രണ്ട് വർഗ്ഗങ്ങളവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും എല്ലാം. കുറഞ്ഞ ഈ മുതലാളിമാരുടെ കയ്യിലായിരിക്കും ഈ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട മെജോറിറ്റി ഓഫ് പ്രൊഡക്ഷൻ അവരുടെ കയ്യിലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരുടെയും മോട്ടിവേഷൻ എന്തായിരിക്കും, ഈ ക്യാപിറ്റലിസ്റ്റ് ആളുകളുടെ മോട്ടിവേഷൻ കൂടുതൽ സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളതായിരിക്കും. കൂടുതലും സമൂഹത്തിൻ്റെ ഉന്നതിയല്ല, മറിച്ച് അവർക്ക് എന്ത് ലാഭം, പ്രൊഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും അവിടെ നടത്തുക. അപ്പോൾ അങ്ങനെ രണ്ട് ക്ലാസ്സുകൾ രൂപപ്പെട്ട് വരും, മുതലാളി വർഗ്ഗവും തൊഴിലാളി വർഗ്ഗവും. പിന്നെ അതുപോലെ തന്നെ ഈ തൊഴിലാളികളെ, വർക്കിംഗ് ക്ലാസ്സിനെ പൂർണ്ണമായും അന്യവൽക്കരിക്കപ്പെടുകയാണ്. അവർക്കൊരു കൺട്രോൾ ഇതിന് മേലില്ലാതെ അവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഇവിടെ ഇതിൽ ഈ സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും വരുമ്പോൾ, അസന്തുലിതാവസ്ഥകളും വരുമ്പോൾ അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ അവരുടെ മറ്റു സാമ്പത്തികമായ സഹായങ്ങൾ, കാരണം ഇതൊരു ക്യാപിറ്റലിസ്റ്റില്ല, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ എന്തുണ്ടാവും, ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും. നഷ്ടങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് പൂർണ്ണമായിട്ടും വർക്കിംഗ് ക്ലാസ്സിന് പൂർണ്ണമായിട്ടും അവരുടെ സമ്പത്തും അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു ചെറിയ ശമ്പളം പോലും അല്ലെങ്കിൽ ചെറിയ ജോലി പോലും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റ് വലിയൊരു പ്രശ്നമായി നിന്നിരുന്നു. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് കാൾ മാർക്സ് പരിചയപ്പെടുത്തുന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസം എന്നുള്ള അദ്ദേഹത്തിൻ്റെ 5ാമത്തെ സ്റ്റേജ്. ഇതാണ് ഇതിനൊക്കെ പരിഹാരമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു മാർഗം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് അദ്ദേഹം പരിചയപ്പെടുന്നത് സോഷ്യലിസ്റ്റാണ്. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളായിരിക്കും, നമ്മുടെ പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത് പോലെ ജനങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ടാകും, ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും. അപ്പോൾ അവർക്ക് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ല, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കൃത്യമായി ഒരു പ്ലാൻ ചെയ്ത് എല്ലാ എക്കണോമിയും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. ഒരു ഗവൺമെൻറ് അവിടെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഡെമോക്രസി അവിടെ ഉണ്ടാവും എന്നർത്ഥം. ഇനി മറ്റൊന്നാണ് കമ്മ്യൂണിസം. ഇതിൻ്റെ കീഴിൽ തന്നെ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി, അവിടെ മൊത്തത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം പോലും അവിടെ ഇല്ല. മറിച്ച് ജനങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കുന്ന, അവരുടെ എല്ലാ ഓണർഷിപ്പും മറ്റു എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസമാണ് കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് സമൂഹത്തിന് ഉപകാരമുള്ള അവരുടെ സമൂഹത്തിൽ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒരുമിച്ച് കൊണ്ടുവരണം. അവരുടെ ഓണർഷിപ്പ് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു 5ാമത്തെ ഫേസ് എന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്.